അതിനുവേണ്ടിയാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്ത് പേടിച്ച് ഓടേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. അങ്ങനെ ഒരു ഗ്യാങ്ങിന്റെ സിറ്റുവേഷനും വന്നിട്ട് നമുക്ക് പേടിച്ച് ഓടേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഇത് പേടിച്ച് ഓടിയല്ല, നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ്. ഇതുപോലെ മറ്റേ ഊമ്പിയ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അതുകൊണ്ട് മറ്റേ അവരെ വായ ചെന്ന് മറ്റേ കുഴിഞ്ഞു നിന്ന് കൊടുക്കാൻ താല്പര്യമില്ല. മനസ്സിലായോ? എടാ POV കാണിച്ചു കൊടുക്കടാ സ്റ്റാർട്ടിങ് തൊട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ. നമ്മുടെ POV കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ എന്റെ POV സ്റ്റാർട്ട് ചെയ്യാം. എടാ എന്റെ POV സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഞാനാണ് എന്റെ സൈഡിൽ നിന്നാണ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ആയത്. ഇപ്പൊ ഞാൻ POV കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, സൗണ്ട് ക്ലിയർ, സൗണ്ട് സെറ്റ് അല്ലേ? ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. കണ്ടോ? എന്റെ വണ്ടി ഇവിടെ KVയുടെ വണ്ടിയായിട്ട് പിറ്റായി. ഓക്കെ, ഞാൻ സിറ്റിസൺ വണ്ടി. ഞാൻ സോറിയും പറഞ്ഞു അപ്പൊ തന്നെ സ്പോട്ടില്. സ്പിറ്റ് ചെയ്തല്ല ബ്രോ, റിപ്പയർ ചെയ്യാൻ വേണ്ടി ബ്രേക്ക് കിട്ടിയില്ല. റിപ്പയർ ചെയ്യടാ ബ്രോ. കത്തലാടെ വെള്ളം കുറച്ച് കോരി വയ്ക്ക്. തീട്ടം വേണം തന്നെ ഏട്ടനെ. ഇവിടെ ഈ സംസാരം ഞാൻ ഇവിടെ വണ്ടി നിർത്തുക. ഇങ്ങോട്ടൊന്ന് പിറ്റ് ചെയ്തേ. എന്താ ബ്രോ പിറ്റേന്നേ? അറിയാണ്ട് പിറ്റേതല്ലേ? എന്തിനാ പിറ്റേന്നേ? നിന്റെ അടുത്തല്ല, ഞാൻ റേഡിയോ പറഞ്ഞാടാ. നിന്റെ അടുത്തല്ലടാ. ഓടാ തീട്ടം ഇറങ്ങി. എടാ ഈ തീട്ടത്തിന് കൊണയാണ്. ഇവിടെ 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 അടിച്ചവനെ, അടിച്ച തീട്ടത്തിന്. ഓക്കെ, അറിയില്ല അറിയില്ല അറിയില്ല. പിങ്ക് ആരാൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു സിറ്റുവേഷൻ നടക്കുകയാണ്. നിങ്ങൾക്ക് ബാക്കി കൊല്ല് തീട്ടത്തിന് കൊല്ല. ഓക്കെ, ഇതാണ് സിറ്റുവേഷൻ. ഇതാണ് ഇപ്പൊ ഇവിടെ നടന്ന സിറ്റുവേഷൻ. ഇവിടെ നമ്മൾ കൊന്നത് 3 KVയിലെ മെമ്പേഴ്സിനെ. ഈ മെമ്പേഴ്സ് അറിയാം ഇവിടെ നടക്കുന്ന സിറ്റുവേഷൻ G13 KVയും തമ്മിലാണെന്ന്. കാരണം അതാണല്ലോ, ഇവരുടെ മെമ്പേഴ്സിനെ അവിടെ അടിക്കുന്നില്ല. നമ്മൾ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ടുണ്ട്, അപ്പുറത്ത് ഓപ്പോസിറ്റ് KVയുടെ ആൾക്കാരെ വന്ന് അടിക്കുന്നത്. ഓക്കെ, ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബാക്ക് അടിക്കുമ്പോൾ ഇവിടെ ഞാൻ ഫയർ ഇറങ്ങുമ്പോ എന്റെ പുറകിൽ നിന്ന് ശബ്ദം കേൾക്കാൻ പറ്റും. അല്ലല്ല അതല്ലടാ, അത് സീനില്ലടാ. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്റെ POV എന്ന് പറയാം, ഞാൻ അടിക്കുക. എന്റെ പുറകിൽ നിങ്ങൾക്ക് ഒരു പിഷ് 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 ശബ്ദം കേൾക്കാൻ പറ്റും. നോക്കിയോ, ശ്രദ്ധിച്ചു നോക്കിയോ. അതിന്റെ ഫുള്ള് ഞാൻ കേൾപ്പിച്ചാൽ വെയിറ്റ് ചെയ്യും. കണ്ട ഇപ്പൊ ഒരു ശബ്ദം കേട്ടില്ലേ? ഇതിന്റെ POV നമ്മൾ കാണിച്ചു തരാം. ഇതിന്റെ POV എടുത്തോ ഒരാള്. ഇതിന്റെ POV കാണിച്ചു തരാം. വെയിറ്റ് കറക്റ്റ് ആ POV എടുത്തേ. ഇത് റാംബോയുടെ POV അല്ലേ? റാംബോ ഇട്ടെ. അടിക്കുന്നിടത്ത് തൊട്ടേനെ ഇട്ടോ. അടിക്കുന്നിടത്ത് തൊട്ടേനെ ഇട്ടോ. ഓക്കെ, അടിക്കുന്നിടത്ത് തൊട്ടേനെ ഇട്ടോ. അടിക്കുന്നിടത്ത് തൊട്ടേനെ ഇട്ടോ. അടിച്ചോണ്ട് സമയത്ത് റീലോഡ് ചെയ്ത് അപരാധം വേണ്ട, കാണണ്ടല്ലേ. ഇതാരാ ഇത്? ഞാൻ ഒരു സിമ്പിൾ ചോദ്യം എല്ലാവരും ചോദിക്കണം. ഒരു സിമ്പിൾ ചോദ്യം. വെയിറ്റ് ചെയ്യടാ. ഇപ്പൊ എന്നെ അടിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ മെമ്പേഴ്സിനോടായിരിക്കും വാ എന്ന് പറയണം. അല്ലാതെ എന്റെ അപ്പുറത്തിരിക്കുന്ന ഗ്യാങ് അടിക്കുമ്പോഴല്ല ഞാൻ എന്റെ മെമ്പേഴ്സിനെ വിളിക്കുന്നത്. മനസ്സിലായി? നമ്മുടെ വിചാരം രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട്. ഇവൻ അതിന്റെ ഇടയിൽ കൂടെ മറ്റേ റോളർ കോസ്റ്റർ പോകണക്ക് അടിയിൽ കൂടെ അങ്ങ് പോവുകയോ. മനസ്സിലായോ? ഇതെന്തണ്ടിയാന്നിത്? ഞാൻ സീരിയസ് ആയിട്ട് എന്താണിത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ ഇനി അവരുടെ POV എടുത്താണ്ട് അവരുടെ POV പറയുന്നുണ്ട്. ഇനി ഈ വെടി വെക്കുന്നതിന് മുന്നേ തന്നെ അളിയന്മാർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എന്ത് നടക്കണമെന്ന്. അത് ഞാൻ ഇവിടെ എന്റെ POV കാണിച്ചിട്ട് വെയിറ്റ്. പക്ഷെ അമ്പിയാണ് നമ്മളെ. ബാക്കിയുള്ളവരൊക്കെ അമ്പിയാണ്. മനസ്സിലായോ? ബാക്കിയുള്ളവരെല്ലാവരും അമ്പിയാണ്. മനസ്സിലായി? ഇവന്മാരെല്ലാം അമ്പിയല്ല. ഇവന്മാരെല്ലാം കറക്റ്റാ. ശരി, ഇവിടെ ഇവന്റെ വണ്ടിക്ക് വെടി കൊള്ളുന്നുണ്ട്. കാരണം അവിടെ ഓൾറെഡി ഇത്രയും സിറ്റുവേഷൻ ആണ്. ലൈൻ ഓഫ് ഫയറിലാണ് വണ്ടി ഇരിക്കുന്നത്. സമ്മതിച്ച് ഏത് വണ്ടിയാലും അവിടെ ഉള്ള എല്ലാ വണ്ടിക്കും വെടി കൊള്ളുന്നുണ്ട്. കാരണം അറിയാലോ, വെടിയാകുമ്പോൾ മിസ്സാകുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ വെടി പോകും, ബുള്ളറ്റ് കൊള്ളും. ഇത് കേട്ടോണേ, ക്ലിയർ ആയിട്ട് കേട്ടോ. വാ കണ്ട വാ അവിടെ KVനെ അടിക്കുക. അളിയൻ ഇവിടെ വാ അവൻ കേട്ടല്ലോ. അതൊന്ന് ക്ലിയർ ആയിട്ട് കേൾക്കണം. എനിക്ക് ഇതിൽ ഇനിയും സൗണ്ട് കൂട്ടാൻ പറ്റത്തില്ല. എല്ലാരും ഉണ്ടായിരുന്നോ കേട്ടോ. എല്ലാരും ഉണ്ടായിരുന്നോ. നമ്മൾ അമ്പിയാണ്. പക്ഷെ അമ്പി അല്ലാത്തവന്മാര് സിറ്റുവേഷന് മുന്നേ പറയുന്നത് കേട്ടോ.
വെടികൊണ്ടല്ലേ അടിച്ചോണേ. അയ്യോ കക്കാശിയുടെ ദേഹത്ത് വെടി കൊണ്ടാ കേറി അങ്ങ് പിടിച്ചോണേ അടിച്ചോണേ. എന്ത് അണ്ടിയാണിത്? ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇത് നടക്കുന്നത് ഇവിടെ? എന്നിട്ട് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഇവ എക്സ്പ്ലെയിൻ ചെയ്യണതാണ് സിറ്റുവേഷൻ. ഇവ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവനാണ് എ ക്ലാസ് അമ്പി. ഇവ എക്സ്പ്ലെയിൻ ചെയ്യണതാണ് അവിടെ നിന്ന്. നമ്മുടെ ദേഹത്ത് എന്തിന് കേട്ടോ വെയിറ്റ് കേട്ടോ, നമുക്ക് ഇടാലോ. വെയിറ്റ്, നമ്മൾ അവിടെ മറ്റേ മഴ പെയ്യണ കണക്ക് ബുള്ളറ്റ് പോണതിന്റെ ഇടയിൽ കൂടെ അവൻ മറ്റേ ജെയിംസ് ബോണ്ട് കളിച്ചിട്ട് വെടി കൊണ്ടിട്ട് വന്ന് ചോദിക്കണ ചോദിപ്പ് നോക്കിയോ. വെയിറ്റ്, ഹലോ 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 ബ്രോ, നിങ്ങൾ സിറ്റുവേഷൻ ആരായിട്ടാ? ഹലോ ബ്രോ എന്താണ് ബ്രോ? നമുക്കറിയില്ല ബ്രോ എന്തിനാ വെടി വെച്ചത്? അല്ല ഞാൻ പറയട്ടെ, സ്റ്റീവൻ അല്ല സാർ, ഞാൻ പറയട്ടെ സ്റ്റീവിനൊക്കെ ഇവന്മാര് ഇപ്പൊ ഈ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം. എന്ത് ചെയ്യണമെന്ന് വാണങ്ങള് ഫുള്ള് പുതിയതായിട്ട് കയറിയവന്മാരാ. എല്ലാരും നിങ്ങൾ വെടിവെച്ചാ കൂക്കുങ്ങളാ? അല്ല പുള്ളി അതുകൊണ്ട് നിങ്ങൾ നമ്മൾ അവിടെ തന്നെ സോറി, അപ്പൊ തന്നെ നമ്മൾ സോറിയും പറഞ്ഞു അവരടുത്ത്. കാരണം നമുക്കറിയാം മൾട്ടിപ്പിൾ സിറ്റുവേഷൻ ഉള്ള ഇതാണെന്ന് അറിയാൻ ഞാൻ ആദ്യമേ ഞാൻ സോറി പറഞ്ഞു. അല്ല അവിടെ സിറ്റുവേഷൻ ആവാൻ വേണ്ടി എടുത്ത പിസ്റ്റൽ എടുത്ത് അടിച്ചാണ്ടോ മണ്ടേന്ന് ഒരു വാണം. ബ്രോ നേരെ കേൾക്കും കക്കാശി. എടാ കക്കാശി അല്ല, ആരായാലും അവിടെ ടി വി ഇടപെടേണ്ട ആവശ്യമില്ല. ഒരു ബുള്ളറ്റ് പൊക്കോണ്ടിരിക്കണ എന്തിനാണ് വെറുതെ കയറി അടി കൊണ്ടിട്ട് അങ്ങോട്ട്? അത് എന്ത് ഗതികേടാണ് ആലോചിക്കുക. എന്ത് ഗതികേടാ ഇത്? ഒരാളാണ് കൊണച്ച അവർ റേഡിയോ കോൾ എടുത്ത് ഇടയിൽ കൂടെ പോവാണ് ബ്രോ. റേഡിയോ കോൾ കൊടുത്തു, മനസ്സിലായോ ബ്രോ? അവിടെ ഒരു സിറ്റി സെന്റർ അവർക്ക് എണ്ണെടുത്ത് നമ്മൾ ഞാനാണ് കൊന്ന ബ്രോ, ഞാൻ സോറി. അവനെ നമ്മൾ തിരിച്ചു കൊല്ലട്ടെ. കുറച്ചു മുമ്പത്തെ റേഡിയോ കോൾ ഒന്നുകൂടെ കേൾപ്പിച്ചു കൊടുക്കണേ. എന്റെ റേഡിയോ ഇത്രയും വർഷങ്ങളായിട്ട് ആർപ്പി കളിക്കണല്ലേ? ഇത്രമാണോടാ നീ ഇത്രയും താങ്ങി പിടിച്ച്? എടാ അവിടെ കക്കാശി അല്ലെന്നാ പറയണത്. പിന്നെ എന്താണ് വെയിറ്റ് കേട്ടോ? എന്നാ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. വെയിറ്റ് എന്താ പറയണത് നിങ്ങൾക്ക് മനസ്സിലാക്കി അല്ലെന്നാ പറയണത്. പിന്നെ എന്താണ് വെയിറ്റ് കേട്ടോ? എന്നാ എന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. വെയിറ്റ് എന്താ പറയണത് നിങ്ങൾക്ക് മനസ്സിലാക്കി കേട്ടാ പോലെ. വെടികൊണ്ടല്ലേ അടിച്ചോണേ. വെടികൊണ്ട നമ്മള് കേട്ട കക്കാശി എന്നാണ്. നിങ്ങൾ ഇനി ഇത് വേറെ എന്തേലും പറഞ്ഞോ ബ്രോ? അത് മറ്റേ ബ്രെയിൻ ഒരു വെച്ചിരിക്കുന്നു, മനസ്സിലാവൂലേ? സീനൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് പിയോ കാണിക്കാൻ വന്നതാണ്. നമുക്ക് ഇതിനകത്ത് ഇനി ഒരു കൊണ വിടാനും ഇതിന് മറ്റേ അരി മേടിക്കാനൊന്നും വന്നതല്ല. ഇപ്പൊ അവിടെ നമ്മൾ ഇവരെ കുറച്ച് പിയോ കേട്ടു. നമ്മുടെ ഒരുമാതിരി പേടിച്ച് പോയെന്ന് നടക്കും ബ്രോ. നമുക്ക് സിറ്റുവേഷൻ എടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ വന്നത്. സിറ്റുവേഷൻ എടുക്കുമായിരുന്നു നമ്മള്. പ്രോപ്പറായിട്ട് കേവൻ അടിച്ച് സിറ്റുവേഷൻ എടുക്കാൻ തന്നെയാണ് അത്, അല്ലെന്നൊന്നും നമ്മൾ പറയുന്നത്. സിറ്റുവേഷൻ എടുക്കാൻ തന്നെയാണ് വന്നത്. പക്ഷെ സിറ്റുവേഷൻ എടുക്കേണ്ട ഇടയിൽ കൂടെ ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്നിട്ട് പിന്നെ നമ്മൾ കടികൊണ്ട് എന്റെ ഇവിടെ കൊണ്ടോ അവിടെ കൊണ്ടെന്ന് പറഞ്ഞ് സിറ്റുവേഷൻ എടുക്കണം. എന്ത് ഗതികേടാണ്. അങ്ങനെ നാളെ തൊട്ട് നിങ്ങൾ ആലോചിക്കുക, 2 ഗ്യാങ് അടി കൂടുവാണെന്ന് വിചാരിച്ചോ. അതിന്റെ ഇടയ്ക്ക് ഞാൻ വണ്ടിയും കൊണ്ട് കേട്ടിട്ട് ഒരു ബുള്ളറ്റ് കൊണ്ട് എനിക്ക് അങ്ങോട്ട് അടിച്ചാൽ പോലെ. എനിക്ക് 3 ദിവസം കൂൾ ഡൗൺ കിട്ടി എന്റെ ഗ്യാങ്ങിന്. ഞാൻ അവന്മാരെ ഇടയിൽ കൊണ്ട് വെച്ചിട്ട് എനിക്കൊരു ബുള്ളറ്റ് അടി കൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സിറ്റുവേഷൻ എടുത്താൽ പോലെ. എന്ത് അണ്ടിയാന്ന് കാണിക്കുന്നത്? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കണം, എന്ത് ഗതികേടാണിത്? ഇതിനേക്കാളും നല്ലത് നിങ്ങൾ ഒരു ഗ്യാങ് ആയിട്ടും കളിക്ക് പോലെ. എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയില്ല. എനിക്ക് വേറെ പിയോയിലുണ്ടെങ്കിൽ കാണിച്ചോ മാര്. വിടുവിട അതൊന്നുമില്ല, വിടുവിട. എടാ ഞാൻ പറയട്ടെ, ഇവർക്ക് സിറ്റുവേഷൻ എടുക്കാൻ ഇല്ലെന്നൊന്നും അല്ല. സിറ്റുവേഷൻ എടുക്കുന്നത് മര്യാദ ഉണ്ട്. ഇത് കേവിയൻ ഇതിപ്പോ 2ാമത്തെ വട്ടമാണ്. ഞാൻ ഇത് വേറെ ഇതിന് മുന്നേ സിറ്റുവേഷൻ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഇത് 2ാമത്തെ വട്ടമാണ് സെയിം സാധനം ഇവർ ചെയ്യുന്നത്. അല്ല സെർജ, ഞാൻ ആലോചിക്കണം, ഇത്രയും വാറുകൾ ടി വി ആയിട്ട് 5-6 വാറായില്ലേ? ഇത്രയും നാളില്ലാത്ത കഴപ്പാണ് ഇപ്പൊ ഈ കൊളാബ് പിടിച്ച് കളിക്കണം. ഇത്രയും നാള് മാനുമായിട്ടൊക്കെ മാനുമായിട്ട് കൊടയുണ്ടായിട്ടാണ്, നല്ല കൊടയുണ്ടായിരുന്നു വെച്ചാൽ മാനുമായിട്ട് സിറ്റുവേഷൻ കഴിയുമത്. ഇതൊരുമാതിരി കൊളാബ് ചെയ്ത് 2 ഗ്യാങ് ഒരുമിച്ച് വന്ന് ഒരു ദിവസം 2 വാർ അടിക്കണോ ഞങ്ങള്? ഞാൻ പറയാം സിറ്റുവേഷൻ എടുത്ത രീതിയൊന്നും കുഴപ്പമില്ലടാ. സിറ്റുവേഷൻ ഒക്കെ എടുത്ത് ഓക്കെ. അല്ല ഇവർക്ക് 2 പേർക്ക് ഒരുമിച്ച് തന്നെ അടിക്കണം. എല്ലാ അടി 2 പേർക്ക് ഒരുമിച്ച് ഹോസ്റ്റേജ് എടുക്കണം, ഒരുമിച്ച് ഇനീഷ്യൽ അടിക്കണം. നമ്മൾ ഒരു ഗ്യാങ് അല്ലേ ഉള്ളൂ മയില്, നമുക്ക് 2 ഗ്യാങ് ഒന്നും ഇല്ല സിറ്റിക്കകത്ത്. എന്താന്ന് പറയാൻ നമുക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ്. ഇതെന്താ എനിക്ക് മനസ്സിലാവണില്ല. ഇത്രയും നാളില്ലാത്ത എന്താണ് ഇത്രയും വലിയ താങ്ങലെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതിപ്പോ 2ാമത്തെ വട്ടം ഇത് നടക്കണം, മനസ്സിലായോ? ഫസ്റ്റ് ടൈം ഒരു സിറ്റുവേഷൻ ഇതേപോലെ ഇവർ ചെയ്ത് കേവേണ്ടിയത്. ഓക്കെ, നമ്മളെല്ലാം കണ്ടോണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഇതേ സെയിം സാധനം ഇന്നും ചെയ്യുന്നത്. എടാ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ടിവിനെ കേവിനെ ഒറ്റയ്ക്ക് സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തില്ലെന്നാണോ? കാരണം ഇവന്മാർ എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഓക്കെ, അതിനൊന്നും കുറ്റപ്പെടാരും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഈ ഇടയ്ക്ക് കയറി ഫയർ കൊണ്ടുവന്ന സിറ്റുവേഷൻ എന്ത് ഗതികേടാണ്. നിങ്ങൾ വലിയ ഗ്യാങ് എന്ന് പറയുമല്ലോ സിറ്റിയിൽ, എന്ത് ഗതികേടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
എന്ത് ഗതികെട്ട അവസ്ഥയാണ്. നിങ്ങൾ അത്ര സിറ്റുവേഷൻ വേണേൽ നിങ്ങൾ സിറ്റുവേഷൻ എടുക്കുക, നിങ്ങൾ മനസ്സിലായി, സിറ്റുവേഷൻ എടുക്കുക. നിങ്ങൾ നേരിട്ട് വന്ന് കൊണക്കി അടിക്കുക, നമ്മൾ ഡയറക്റ്റ് വന്ന് അടിക്കുക. അങ്ങനെ നമുക്ക് സിറ്റുവേഷൻ എടുക്കാം. KVN TVN ഏത് ഗ്യാങ് ആയാലും ഇത് ഗതികേടാണ്, മനസ്സിലായത്. നാളെ ഇപ്പം നമുക്ക് KVN സിറ്റുവേഷൻ എടുക്കാന്ന് KV ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരാളെ ബുള്ളറ്റ് നമ്മുടെ ദേഹത്ത് കൊണ്ടുവന്നാൽ നമുക്ക് ഒരാൾ രണ്ടുപേരും അടിച്ചാൽ പോരെങ്കിൽ ഭയങ്കര ഭയങ്കര മ്ലേച്ഛമായിട്ടുള്ളൊരു പരിപാടിയാണത്. ഇനിയിപ്പോ ഞാൻ അത് കക്കാശി അല്ലെന്നാണ് നിങ്ങൾ പറഞ്ഞത്. കക്കാശി നല്ലായിരിക്കും പറഞ്ഞത്, പക്ഷെ അവിടെ ക്ലിയർ ആയിട്ടാണ്. കക്കാശി അവിടെ ഉണ്ടായില്ല, ശരി, കക്കാശി അവിടെ ഉണ്ടായില്ലായിരിക്കും. പക്ഷെ ഇവൻ പറഞ്ഞത് കക്കാശി തന്നെയാണ്. കക്കാശിയുടെ വണ്ടി എന്തോ പറയണ കേട്ടോ, അവിടെ കൊണ്ടുപോയി അടിച്ചോളാൻ പറഞ്ഞു. ആ കക്കാശി ഇല്ല അവിടെ, എന്നാലും കക്കാശി എന്നാ പറയണത്. കക്കാശി എന്ന് പറഞ്ഞാൽ വേറെ CM കക്കാശി ഒന്നും ഇല്ലല്ലോ അവിടെ. KVN തന്നെ അടിച്ചത്. കഷ്ടം കഷ്ടം. മനസ്സിലാവും കാര്യം എന്താ, മനസ്സിലാവും. ഇതിപ്പോ സിറ്റുവേഷൻ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാര്യം എന്താന്ന്. സസ്പെൻഷൻ കിട്ടിയാലും കുഴപ്പമില്ല, ഈ മുമ്പിത്തരം കളിച്ച് ഞങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടിയാലും കുഴപ്പമില്ല. ഇല്ല അവിടെ ഒരു ഗ്യാങ് ആയിരുന്നെങ്കിലേ പറ. കുറെ പേരുടെ വിചാരം നമ്മളങ്ങ് പേടിച്ചിട്ടൊക്കെ ഇറങ്ങിയെന്ന്. പേടിച്ചിട്ട് ഒരു സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്തിട്ടില്ല മൈനോട്, മനസ്സിലായ. അടി കൊണ്ടേയും കൊള്ളും ചെയ്യും, കൊള്ളാനും അറിയാം, മനസ്സിലായ. അല്ലാണ്ട് ഈ മറ്റേ പേടിച്ചൂറിയിട്ടല്ല ബാക്ക് വലിഞ്ഞത്. പക്ഷേ ഈ ഗതികേട് ഇല്ലടാ നമുക്ക്, മനസ്സിലായ. ഈ ഗതികേട് നമുക്ക് ഞാൻ പറഞ്ഞില്ല, വേറെ സിറ്റിയിൽ വേറെ ഒരു ഗ്യാങ്ങിന് ഈ ഗതികേട് ഉണ്ടായിട്ടില്ല. ഒരു ഗ്യാങ്ങിനെ അടിക്കാൻ വേണ്ടി വേറെ ഗ്യാങ്ങിനെ കൊണ്ടുവരുന്ന ഒരു ഗ്യാങ്ങിനും ഇല്ല ഇവിടെ. ചെറിയ ഗ്യാങ്ങാനും വലിയ ഗ്യാങ്ങാണെങ്കിലും. എടാ സിറ്റുവേഷൻ എടുക്കാനാണെങ്കിൽ മാനുമായിട്ടൊന്നും എടുക്കടാ. ഇപ്പൊ KV ആയിട്ട് സിറ്റുവേഷൻ ആയില്ല, അത് കഴിഞ്ഞ് നാളെ വാ. അല്ലാണ്ട് ഒരേ സമയത്ത് ഒരേ രണ്ടുപേരും അടിക്കണം എങ്ങനെയാടാ? അതാണ് ഒരു സിറ്റുവേഷൻ നടക്കുന്ന ഇടയ്ക്ക് ഒരു ബുള്ളറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും സിറ്റുവേഷൻ എന്ത് അവസ്ഥയാണ്. ഞാൻ ഇവന്റെ ലൈവും കൊണ്ടുവന്ന് കാണുന്നത്, ഞാൻ ക്ലിപ്പ് എടുത്ത് കാണിക്കാണ്. എന്തിനാണ് ലൈവ് ഞാൻ കാണുന്നത്? അയ്യോ, നീയൊക്കെ ഒറ്റയ്ക്ക് അടിക്കാൻ കേപ്പബിൾ ആകുമ്പോ വന്ന് സിറ്റുവേഷൻ എടുക്കും, മനസ്സിലായ. അല്ലാതെ ഈ മറ്റേ കുണ്ടിയും ഉരച്ചോണ്ട് വരല്ലോ നമ്മുടെ അടുത്തോട്ട്.